പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ. കഥാപാത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കേണ്ടത് കഥാപാത്രത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തിലൊരു കഥാപാത്രമാണ് ഹോമിയോപത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് എഴുതേണ്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഹോമിയോപത് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഞാനിവിടെ റെഡ് കളറിൽ എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെക്കുറിച്ച് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഈ റെഡ് ഇങ്കിൽ എഴുതിയിട്ടുള്ളത് മാത്രം നിങ്ങൾക്ക് മാറ്റി കൊടുത്താൽ മതി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം എഴുതേണ്ടത് നെയിം ഓഫ് ദി ക്യാരക്ടർ. ക്യാരക്ടറുടെ പേര്. ഇപ്പോൾ ഹോമിയോപത് ആണെങ്കിൽ ഹോമിയോപത്, അതൊരു കോമയിലിട്ട് 2 കോമയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഈസ് വൺ ഓഫ് ദി പ്രൊമിനൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി. അവിടെ ആ ഏത് സ്റ്റോറിയിലുള്ള ക്യാരക്ടറാണ് ആ സ്റ്റോറിയുടെ പേരാണ് എഴുതേണ്ടത്. ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി. അപ്പം സ്നേക്ക് ആൻഡ് ദ മിറർ അവിടെ നമ്മൾ എഴുതുന്നു. റിട്ടൺ ബൈ ദ റിനൗഡ്. അത് എഴുതിയിട്ടുള്ളത് ദ റിനൗഡ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട. നാഷണാലിറ്റി ഓഫ് ദി റൈറ്റർ. റൈറ്ററുടെ നാഷണാലിറ്റി. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ, അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു റിട്ടൺ ബൈ ദ റിനൗഡ് ഇന്ത്യൻ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ റൈറ്റർ. നെക്സ്റ്റ് നെയിം ഓഫ് ദി റൈറ്റർ. എഴുതിയ ആളുടെ പേര്. നെയിം ഓഫ് ദി റൈറ്റർ, അതായത് ആ കവിത എഴുതിയ ആളുടെ പേരാണ് ചേർക്കേണ്ടത്. അപ്പോൾ നെയിം ഓഫ് ദി ക്യാരക്ടർ ചേർത്തു, ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി ചേർത്തു, നാഷണാലിറ്റി ഓഫ് ദി റൈറ്റർ, നെക്സ്റ്റ് നെയിം ഓഫ് ദി റൈറ്റർ. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. അവിടെ സെൻറ്റൻസ് കഴിഞ്ഞു. ഇൻ ദി സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ദി ക്യാരക്ടർ. ഹോമിയോപത് ആണെങ്കിൽ ഹോമിയോപത്. ഈസ് പിക്ചേർഡ് ആസ് എ എന്നൊക്കെ എഴുതിയിട്ട് ഹീസ് പിക്ചേർഡ് ആസ് എ. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. അദ്ദേഹത്തിനെ കണ്ടാൽ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരഘടന, നീളമുണ്ടോ, തടിച്ചിട്ടാണോ, അതുപോലെ ഫേസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് 3 ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. ആദ്യത്തേത് എഴുതുന്നു, കോമ ഇടുന്നു, അടുത്തത് എഴുതുന്നു, ആൻഡ് ഇടുന്നു, പിന്നെ മൂന്നാമത്തത് എഴുതുന്നു, ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. 3 എണ്ണം എഴുതാം. ഓക്കെ. ഇനി 4 എണ്ണം ഉണ്ടെങ്കിൽ ആദ്യത്തെ എഴുതുന്നു, കോമ ഇടുന്നു, രണ്ടാമത് എഴുതുന്നു, വീണ്ടും കോമ ഇടുന്നു, മൂന്നാമത് അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് ചെയ്യണം, ആൻഡ് ഇട്ട് എഴുതേണ്ടത്. ഓക്കെ. അങ്ങനെ 3 ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതുക. അല്ലെങ്കിൽ അതിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് നെയിം ഓഫ് ദി ക്യാരക്ടർ. വീണ്ടും ആ ക്യാരക്ടറുടെ പേര് എഴുതാം. ഹോമിയോപത്. ഹീസ് ഡെപിക്റ്റഡ് ആസ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതേണ്ടത്. ഇതും നേരത്തെ നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതിയതുപോലെ തന്നെ എഴുതേണ്ടത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ക്രൂവലാണോ, ഇന്നസെൻ്റ് ആണോ, കൈൻഡ് ആണോ, ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ 3 എണ്ണം എഴുതാനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം അതൊക്കെ എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് ഇറ്റ് ഈസ്. നെയിം ഓഫ് ദി ക്യാരക്ടർ ചേർക്കുക. ഹോമിയോപത് ആണെങ്കിൽ ഹോമിയോപത് എന്ന് ചേർക്കുക. ഹൂ ലീഡ് ദ സ്റ്റോറി ഫോർവേഡ് ആൻഡ് ഹി ഓർ ഷീ. ചിലപ്പോൾ മെയിൽ ക്യാരക്ടർ ആകും, ഫീമെയിൽ ആകുമ്പോൾ അവിടെ ഷീ എന്ന് ചേർക്കുക. ഈസ് ദ പ്രോട്ടഗനിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. ഈസ് കഥാപാത്രം. പ്രോട്ടഗനിസ്റ്റ് മീൻസ് മെയിൻ ക്യാരക്ടർ, പ്രധാന കഥാപാത്രമാണ്. ഇനി ശേഷം എഴുതുന്നത് വി കാനോട്ട് മിനിമൈസ്. അത് ചിലപ്പോൾ നമുക്ക് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറെ കുറിച്ച് ആവില്ല എഴുതാൻ വരുന്നത്. അങ്ങനെയാകുമ്പോൾ ചേർക്കേണ്ടതാണ് ഇനി പറയാൻ പോകുന്നത്. വി കാനോട്ട് മിനിമൈസ് ദ റോൾ ഓഫ് നെയിം ഓഫ് ദി ക്യാരക്ടർ ചേർത്തു. ഇൻ ദി സ്റ്റോറി തോ ഹി ഓർ ഷീ പ്ലേസ് എ മൈനർ റോൾ. ഇത് മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ചേർക്കേണ്ട സെൻറ്റൻസ് ആണ്. ഇറ്റ് ഈസ് എന്നുള്ളതിന് പകരം വി കാനോട്ട് മിനിമൈസ് എന്ന് മുതൽ ചേർത്താൽ മതി. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആ ക്യാരക്ടർ ഏത് രൂപത്തിലാണ് കഥ കൊണ്ടുപോകുന്നത്, ആ കഥയിൽ ക്യാരക്ടറുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാം. ഇങ്ങനെ 2 പാരഗ്രാഫ് ആക്കിയിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാവുന്നതാണ്. ഓക്കെ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. ഹെഡിങ് കഥാപാത്രത്തിൻ്റെ പേര് കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ അതുപോലെ തയ്യാറാക്കുക. ഓക്കെ.